ഹായ് ഡിയേഴ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഈ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആരെന്ന് വെച്ചാൽ പിങ്കി ആണ് കേട്ടോ. വിളിച്ചുകൊണ്ടിരിക്കുന്നത് പിണങ്ങി കിടക്കുവാണ് കേട്ടോ. ഞങ്ങൾ ഒരുങ്ങി പോകുന്നത് കണ്ടിട്ട് ആൾക്ക് വിഷമിച്ചിട്ട് പിണങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ പിങ്കി ഒന്ന് വിളിക്കുന്നതാണ് കേട്ടോ. ഞാൻ എവിടെ പോകുന്നു ആൾ എൻ്റെ കൂടെ വന്നിരിക്കും. എവിടെ വെച്ചാൽ ആളെ കൊണ്ടുപോകാം. നമ്മളിവിടെ ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇങ്ങനെ അടച്ചിട്ടിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര വിഷമമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്ന ഒരു നിമിഷമാണ് കേട്ടോ ഇന്ന് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ട് പോകെ പോയി നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പൊ ഇത് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. ബസ്സിൽ ഇരിക്കുവാണ് കേട്ടോ. അപ്പം എല്ലാവരും പല ടൈമിലാണ് കേട്ടോ പോയത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് ദിവസം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കാറ് ഇറങ്ങാൻ പോവാണ്. നമ്മൾ എടുത്തിട്ടുള്ളത് PNGയിലെ നെക്സ ഷോറൂമിൽ നിന്നാണ് കേട്ടോ. ഈ നടന്നു വരുന്നതാണ് നമ്മുടെ സ്വന്തം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. പുള്ളിയുടെ പേര് വന്നിട്ട് മനു ഭവൻ. എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒരുപോലെ കൂടെ നിന്നിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. നമ്മുടെ വണ്ടിയാണ് ഈ കാർ. സോറി ഗേസ്, അത് എടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ വണ്ടി ഫ്രണ്ടിലേക്ക് വരുന്നതിന് മുന്നേ ഞങ്ങൾ ജസ്റ്റ് പോയി നോക്കിയതായിരുന്നു. എന്നിട്ട് ഞങ്ങള് നമ്മുടെ വണ്ടിയൊക്കെ കണ്ടിട്ട് നമ്മൾ അകത്തേക്ക് പോവാണ്. ഇനി അവിടെ പോയിട്ട് വേണം കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അകത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഫസ്റ്റിലെ തന്നെ വലിയച്ഛനും ചേട്ടനും അച്ഛനും ഒക്കെ ഫസ്റ്റിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനും അമ്മയും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇത് കേൾക്കാൻ പറ്റൊരു കേക്ക് കെട്ടിയണമെന്നൊക്കെ കൊണ്ടുപോയിട്ട് ഒരു ആഗ്രഹം. ഓക്കെ, അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ വലിയച്ഛൻ. ഇത് അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. നമ്മുടെ എക്സിക്യൂട്ടീവ് മനു ബ്രോ വന്നിട്ടുണ്ട്. നമ്മുടെ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഇറക്കുന്നതിന് മുന്നേ ആയിട്ട് സൈൻ ചെയ്യണം. പിന്നെ അതിലുള്ള പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ വണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ട് എനിക്കൊരു 1 month അത്രയും ടൈമൊന്നും എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നൊരു ഏകദേശം ഒരു 15 days ഒന്ന് ഫിനാൻസ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 15 days 20 daysനുള്ളിൽ തന്നെ എനിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് റെഡിയായി. എനിക്ക് ഏകദേശം ഒരു നവംബറിനകത്ത് അല്ലെങ്കിൽ നവംബർ ലാസ്റ്റ് അതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ തന്നെ എനിക്ക് വണ്ടിയുടെ കൈ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പം അതിന് മുന്നേ ആയിട്ടുള്ള സൈനികരും കാര്യങ്ങളൊക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റിൽ അത് മാത്രമല്ല, ഞാൻ ഓൺലൈൻ എൻക്വയറിയാണ് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഫിനാൻസ് കിട്ടുമോ, ഓക്കെ ആവോ, അത് അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എത്രയാണോ ഫിനാൻസ് ഓക്കെ ആവുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു വണ്ടി എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഫസ്റ്റിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് സ്വിഫ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരുപാട് പേരുടെ കയ്യിലുള്ളത് സ്വിഫ്റ്റാണ്. അപ്പം ഈ പുതുതായിട്ട് ഇറങ്ങുന്ന സ്വിഫ്റ്റിന് അത്ര നല്ല ഒരു ഫീഡ്ബാക്ക് അല്ല കിട്ടുന്നത്. അത് മാറ്റിയിട്ട് പിന്നെ ബലേനാക്കിയപ്പോഴത്തേക്കും അതിൽ ഈ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഒക്കെ പ്രശ്നം വരുന്നുണ്ട്. പിന്നെ വീണ്ടും മാറ്റിയിട്ട് ബ്രസ്സ് നോക്കിയതിന് കുറച്ചും കൂടി പിന്നീടാണ് ഏറ്റവും ഫൈനലി ആണ് നമ്മുടെ വണ്ടിയിലോട്ട് നമ്മൾ എത്തിപ്പെട്ടത്. ഏത് വണ്ടിയാണ് എന്നുള്ളത് ഉടനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ. ഇപ്പോൾ എഴുപത്തി പേപ്പർ കാര്യങ്ങളൊക്കെ ഒരുപാട് ടൈം എടുത്തിട്ട് സൈൻ ചെയ്ത് അവിടെ അപ്പോൾ നമ്മുടെ ഞാൻ ഇത്രയും വർഷങ്ങൾ കാത്തിരുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് ഇവിടെ പോകുന്നത്. ഞങ്ങൾ എത്തിയിട്ടുള്ള വണ്ടി അതൊക്കെ ഓപ്പൺ ചെയ്യുന്നത്. ഇത് വന്നിട്ട് മരുതി സുസുക്കിയുടെ തന്നെ ഫ്രോണക്സ് എന്ന് പറഞ്ഞിട്ട് വേരിയൻ്റ് ആണ്. ഡെൽറ്റ പ്ലസ് ആണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദേ നമ്മുടെ വണ്ടി നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒത്തിരി 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 സന്തോഷമുള്ള നിമിഷങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് ഷോറൂമിൽ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സർജറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരി റെസ്റ്റിലാണ്. സോ അപ്പോൾ ചേച്ചിയെ കാണാൻ വേണ്ടിയില്ല, ചേച്ചി കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് അമ്മയുടെ ചേച്ചിയാണ് കേട്ടോ. അമ്മയുടെ നേരെയല്ല, ഏറ്റവും മൂത്ത ചേച്ചി, ഇനി ഒരാളും കൂടി ഉണ്ട്. അപ്പം നമ്മൾ അവിടേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ചേച്ചിയെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചേച്ചിയുടെ വീട്ടിലുള്ള പട്ടിക്കുട്ടിയാണ് കേട്ടോ. ഒരു ഗേളാണ്, ഡൈനോ അങ്ങനെയാണ് കേട്ടോ പേര്. ഡയനോ അങ്ങനെ അങ്ങനെ എന്തോ ആണ് സംഭവത്തിന്റെ പേര്. പക്ഷെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഇതിന്റെ തലോടുമ്പോഴത്തേക്ക് നമ്മളെടുത്ത് വലട്ടിങ് വരും. എന്താണ് മനുഷ്യനെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് തിരിച്ചു തരുന്നത് എന്ത് പോയാലും മൃഗങ്ങൾ തന്നെയാണെന്ന് തെളിയിക്കുന്ന രണ്ടുപേരാണ് എൻ്റെ വീട്ടിലുള്ള പിന്നിയും ഈ ചേച്ചിയുടെ വീട്ടിലുള്ളതൊക്കെ. ഈ പട്ടിക്കുട്ടിയെ നമ്മൾ പട്ടിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിനുള്ളതൊക്കെ നമുക്ക് തിരിച്ചു തരും. അതിൽ കൂടുതലും തിരിച്ചു തന്നെങ്കിലേ ഉള്ളൂ. ഒരിക്കലും മനുഷ്യനെ നമുക്ക് വിശ്വസിക്കാനോ കൂടെ കൊണ്ടുനടക്കാനോ ഒന്നിനും കൊള്ളത്തില്ല. പക്ഷെ എങ്കിൽ പോലും ഈ ഈ നമ്മുടെ ഈ നായ്ക്കളെ നമുക്ക് എത്ര വേണമെങ്കിലും സ്നേഹം കൊടുത്താൽ അതിൻ്റെ ഇരട്ടി നമുക്ക് എന്തായാലും തിരിച്ചു കിട്ടും. കണ്ടോ, ഭയങ്കര കാര്യമാണ് കേട്ടോ. 1 വയസ്സായിട്ടില്ല അവൾക്ക്. അപ്പോൾ അതേ നമ്മുടെ ചേച്ചിയൊക്കെ വണ്ടി കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. സോ ഇനി ഇവിടെ നിന്ന് അപ്പോൾ ഇവരെയൊക്കെ കൂട്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിലാണ്. സോ നമ്മൾ അടുത്ത് തന്നെയാണ്, ഒത്തിരി ദൂരവും കാര്യങ്ങളൊന്നും ഇല്ല, നടന്നു പോകത്തൊക്കെ ഇതേ ഉള്ളൂ. അപ്പം നേരെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴും ആൾക്ക് അറിയത്തില്ല, ആ എടുത്തോണ്ട് നിൽക്കുന്ന ആളാണ് കേട്ടോ എൻ്റെ സ്വന്തം പിങ്കി. അപ്പോൾ ആള് വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഇത് വണ്ടി കാണുന്നത്. അപ്പം ആരുടെ വണ്ടി അങ്ങനെ ഒന്നും അറിയത്തില്ല. അപ്പം വീട്ടിൽ നിന്ന് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവരാണ് കേട്ടോ വണ്ടി പൂജിക്കാൻ വേണ്ടി അമ്പലത്തിൽ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് എവിടെയായിരുന്നു, നമ്മുടെ കണിയാപുരത്തൊരു കുടുംബക്ഷേത്രമുണ്ട്, തോന്നൽ ദേവി ക്ഷേത്രം. ഇത് അച്ഛൻ്റെ കുടുംബക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ സോ അവിടെയാണ് കേട്ടോ ഞങ്ങൾ വണ്ടി പൂജിക്കാൻ വേണ്ടി വൈകുന്നേരം അമ്മ, അച്ഛൻ, വല്യച്ഛൻ, വല്യമ്മ, ചേച്ചിയുടെ മോള്, ഇത്രയും പേരായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്താൻ പറയുന്നതാണ് കേട്ടോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളും. പിന്നെ അവിടെ അമ്പലത്തിൻ്റെ വക തന്നെ നമ്മൾ പൂജയ്ക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് താക്കോല് പൂട്ടിയുടെ കയ്യിൽ നിന്ന് പൂജിച്ച് വാങ്ങിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇനി ഏതെങ്കിലും ക്ലിപ്പ് മാറിപ്പോയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല, കാരണം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. സോ അപ്പോൾ വീഡിയോ എടുത്തതിൽ ഇതാരാ എടുത്തെന്നൊന്നും അറിയത്തില്ല. അപ്പം അതിൻ്റെ കുറച്ച് ഒരു ഇത് കാണും, അതിനൊന്ന് ക്ഷമിക്കാം. അപ്പോൾ പറ്റുന്നത് പോലെ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ എടുത്തത് ഇതാണ്. അപ്പം അച്ഛനായിട്ട് 400 എടുക്കുന്നത് 4 ടൗണിൻ്റെ എനിക്ക് 10 നല്ല പൂജ ബാക്കി അവർക്ക് പൂജ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. 7 മണി ആ ഒരു സമയമായി. എന്ത് സമയം വെച്ചത് ഞങ്ങൾ അവിടുത്തെ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന സമയം ഇവിടെ വന്നത് ഇറക്കുന്നത്. ഓരോരുത്തരുടെ വിശ്വാസം ജീവിതത്തിൽ ഇതെല്ലാം ഏറ്റവും വലിയൊരു സംഭവം പറയുന്നത്. എനിക്ക് തോന്നുന്നത് എനിക്കുള്ള സമയത്തൊക്കെ ഭംഗിയാണ്. എനിക്കുള്ള സമയത്തൊക്കെ എന്തായാലും വണ്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അറിയാലോ ഫാമിലി പ്രോബ്ലംസ് വീട്ടിൽ കാര്യങ്ങളൊക്കെ പോകാന്ന് പറയുന്നത്. അപ്പം ആക്ച്വലിയായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്ന വണ്ടികളൊക്കെ തനിയെ പറ്റുന്ന ആളുടെ അവസ്ഥയിലൊക്കെ അറിഞ്ഞിരുന്നത്. അതിനുശേഷം എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ടൂ വീലറുണ്ട്. ഏകദേശം ഒരു 6-7 വർഷത്തോളം ആവും. കഴിഞ്ഞിട്ട് ഒരു കാർ എല്ലാവരും കൊണ്ടുപോകണം, അല്ലെങ്കിൽ എൻ്റെ പിന്നിയെ കൊണ്ടുപോകണം എന്നുള്ളൊരു ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന വണ്ടിയാണ് കേട്ടോ ഞാൻ ഇത്.
എൻ്റെ ചാനൽ ആരെങ്കിലും ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള വീഡിയോസിലാണ് വീഡിയോസിൽ ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ പോരായ്മകളൊക്കെ നിങ്ങൾ കമൻറ്റ് വഴിയോ ഇൻസ്റ്റ വഴിയോ വീട്ടിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവനെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങൾ അറിയിച്ചാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ ഇന്ന് ഒത്തിരി ട്രാവൽ വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറ്റുന്ന രീതിയിൽ അടുത്ത വീഡിയോസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എടുത്ത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അടുത്ത വീഡിയോയിലേക്ക്